NSNSP UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് വർഗവും വർഗമൂലവും അഥവാ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർഗം അഥവാ സ്ക്വയറിനെ പറ്റിയാണ് പഠിച്ചു കഴിഞ്ഞത്. ആ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളതാണ്. ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു വർഗമുള്ള സംഖ്യക്ക് വർഗമൂലം ഉണ്ടാവും അല്ലെ? അതായത് സ്ക്വയർ ഉള്ള സംഖ്യക്ക് അതിന്റെ സ്ക്വയർ റൂട്ടും ഉണ്ടാവും. സ്ക്വയർ റൂട്ടിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ഈ ബോർഡിൽ സാർ വരച്ചത്. ഇതിന് പറഞ്ഞ പേരാണ് സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം എന്ന് പറയപ്പെടും. സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ വർഗമൂലം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു വർഗമുള്ള സംഖ്യക്ക് അതിന്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് ഉണ്ടായി. ഉദാഹരണമായി 2ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 2ന്റെ വർഗം 4 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ തിരിച്ചു പറയാം 4ന്റെ വർഗമൂലം അല്ലെങ്കിൽ √4 എന്ന് പറയാം, 2 എന്നും പറയാം. പഠിച്ചു വെച്ചോ, ഒരു പിടിക്ക് 2 പക്ഷിയാണ്. അതാണ് വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. മനസ്സിലായി? അപ്പൊ വേറെ ഉദാഹരണം ഞാൻ പറയാം. 10 സ്ക്വയർ = 100. 10ന്റെ വർഗം 100 ആണെങ്കിൽ 100ന്റെ വർഗമൂലം 10 ആയിരിക്കും. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 100 റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് 100 എന്നെഴുതാം, 10 എന്നെഴുതാം. ഇങ്ങനെ ഉള്ള സംഖ്യകൾക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്, പൂർണ്ണവർഗ സംഖ്യകൾ. റൂട്ടുള്ള അല്ലെങ്കിൽ വർഗമൂലമുള്ള അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഉള്ള സംഖ്യകൾക്കെല്ലാം നമുക്ക് പറയുന്ന പേരാണ് വർഗമൂലം ഉള്ള സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ സംഖ്യ. ഈ പൂർണ്ണവർഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ യുഎസ്എസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതാണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അഥവാ പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറയും. റൂട്ടുള്ള സംഖ്യ അല്ലെങ്കിൽ വർഗമൂലമുള്ള സംഖ്യയ്ക്കാണ് നമ്മൾ എന്ത് പറയപ്പെടുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അഥവാ പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഏതൊരു സംഖ്യയുടെയും വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ നമ്മള് സംഖ്യകളുടെ വർഗമൂലം അല്ലെങ്കിൽ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഏത് രീതി ചെയ്യാൻ പറ്റും? ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഘടകക്രിയ രീതിയിലാണ് നമ്മൾ വലിയ വലിയ സംഖ്യകളുടെ റൂട്ട് അഥവാ വർഗമൂലം കണ്ടുപിടിക്കും. ഇവിടെ ഞാൻ 2 എക്സാമ്പിളേ ചെയ്തു, ബാക്കിയുള്ളത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തു പഠിക്കാം. 2 ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് നിങ്ങൾ ബാക്കിയുള്ളത് തനിയെ ചെയ്തു പഠിക്കും. ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയ രീതി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ
വർഗമൂലം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിലേക്ക് കടക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, 512ന്റെ വർഗമൂലം എത്രയാണ്? അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 512. 512 എന്ന് പറയുന്ന സംഖ്യയുടെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്താം? അതിനുവേണ്ടി എന്ത് ചെയ്യണം? പറഞ്ഞത് ബൈ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഘടകക്രിയ രീതി ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താം? വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടെത്താം. ശ്രദ്ധിക്കുക, ഞാൻ അതിന്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിപ്പിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ശ്രദ്ധിക്കുക. ഫാക്ടറൈസേഷൻ മെത്തേഡ് അതിന്റെ സിമ്പിൾ ആണ് സാർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 512 എന്ന് പറയുന്ന സംഖ്യയെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നിശേഷം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? നമുക്കറിയാം, 2 ആണ്. 512 എന്ന് പറയുന്ന സംഖ്യയെ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2. എല്ലാവർക്കും പിടികിട്ടിയല്ലോ, സംശയമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ആദ്യ സംഖ്യ ഏതാണ്? 5 ആണ്. 5-നകത്ത് എത്ര 2 ഉണ്ട്? എത്ര 2 ഉണ്ട്? 2 ചേരുമ്പോൾ എത്ര പറയാം? 4 എന്ന് പറയാം. എത്ര അധികമുണ്ട്? 1 അധികമുണ്ട്. അത് മുകളിൽ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാ, എങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു പോവാ സാർ. 5 എന്ന് പറയുന്ന സംഖ്യക്കകത്ത് 2 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. 2 2s are 4. 2 ചേരുമ്പോൾ 4. ബാക്കി എത്ര ഉണ്ട്? അധികം 1 ഉണ്ട്. അത് മുകളിൽ ഞാൻ കൊടുത്തു, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഇപ്പുറത്തെ സംഖ്യ 1 2 1 എത്രയായി? 11 ആണ്. 11-നകത്ത് എത്ര 2 ഉണ്ട്? 5 2s are 10. അല്ലെങ്കിൽ 5 2 ചേർന്നാൽ 10. ബാക്കി എത്ര ഉണ്ട്? അധികം 1. 11-നകത്ത് 10 പോയാൽ ബാക്കി 1. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ആരുണ്ട്? 2. ഇവിടെ ആരുണ്ട്? 1. 12-നകത്ത് എത്ര 2 ഉണ്ട് നമുക്കറിയാം? 6 2 ചേരുമ്പോൾ എന്ന് പറയാം? 12. മനസ്സിലായോ? ഈ പ്രോസസ്, ഈ രീതി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയാ രീതി കിട്ടും. ഇനിയാണ് നോക്കേണ്ടത്. 256 എന്ന് പറയുന്ന സംഖ്യയെ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2 ആണ്. 2-നകത്ത് 2 ഒരു പ്രാവശ്യം. സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. 5-നകത്ത് 2 പ്രാവശ്യം. ശിഷ്ടം എത്രയുണ്ട്? 1 ഉണ്ട്. ഇപ്പുറത്ത് 6 ഉണ്ട്. അപ്പൊ 16-നകത്ത് 8. ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോവുകയാണ്. ഇനി ഇതേപോലെ ചെയ്യുകയാണ് സാറ്. 128 ഹരിക്കാൻ ഏറ്റവും ചെറിയ സംഖ്യ 2 ആണ്. 12-നകത്ത് 6 2 12. 8-നകത്ത് 4 2 8. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 6-നകത്ത് 3 2 6. 4-നകത്ത് 2 2. ഓക്കെ ആണല്ലോ. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 16. ഞാൻ പറയേണ്ട ഗസ്റ്റിലല്ലോ. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 8. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 4. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 1. അപ്പൊ 1 വന്നാൽ നമ്മുടെ ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. എന്തായി? ഘടകക്രിയാ രീതി മുഴുവനായി എന്ന് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങളെല്ലാം സാർ എഴുതാൻ ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8. അപ്പോൾ എവിടെയോ നോക്കട്ടെ. 256 128 64 32 16 8 4 2 1 അല്ലേ? അപ്പൊ എത്രയായിരുന്നു? 512 എന്തുകൊണ്ട് ചെയ്ത് 256 ആയി. 256 പകുതി എത്രയാണ്? 1 2 3 4 5 6 7 8 9. 9 2 അല്ലേ? അപ്പൊ അത് ഇങ്ങനെയാണ് നമ്മൾ ഘടകക്രിയ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 9 ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം
എണ്ണം അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഘടകക്രിയ രീതി പൂർണ്ണമായി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എത്ര എണ്ണമുണ്ട്? 9 എണ്ണം. 9 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. ഓട് നമ്പർ 512 എന്തില്ല? റൂട്ടില്ല എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? അല്ലേ? 1 2 1 2 3 4 5 6 7 8 1. ഇനി അങ്ങനെ ചെറുതാണ് 256. 256 നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ സാർ പറയുകയാണ് 2 ആണ്. 2-നകത്ത് 2 ഒരു പ്രാവശ്യം, 5-നകത്ത് 2 പ്രാവശ്യം, ശിഷ്ടം 1. അറിയാവുന്ന സ്പീഡിൽ പോയാണ്. ബാക്കി 16-നകത്ത് 8. വീണ്ടും എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 12-നകത്ത് 6, 8-നകത്ത് 4. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 6-നകത്ത് 3, 4-നകത്ത് 2. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 32 പകുതി 16ആണ്. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 16 പകുതി 8ആണ്. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 8 പകുതി 4ആണ്. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 പകുതി 2. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് വന്നാൽ നമ്മുടെ ഘടകക്രിയ അഥവാ ഫാക്ടറൈസേഷൻ. ഇനി അതിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളെ നിന്ന് നോക്കിയാണ് 1 2 3 4 5 6 7 8. അപ്പൊ 8 എന്ന് പറയുന്ന സംഖ്യ എന്തൊരു സംഖ്യയാണ്? ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഇരട്ട സംഖ്യ വരുവാണെങ്കിൽ നമ്മുടെ ഫാക്ടറൈസേഷൻ ശരിയാണെന്ന് നമുക്ക് പറയാം. നേരത്തെ എത്ര 2 വന്നു? 9 2 വന്നു. ആ 9 2 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്തില്ലെന്ന് മനസ്സിലായി? റൂട്ട് ഇല്ല എന്ന് മനസ്സിലായി. ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ല, ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ല എന്ന് മനസ്സിലായി. ഇനി അതിന്റെ റൂട്ടൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതിന്റെ റൂട്ട് ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പേഴ്സ് ആണ്. ഘടകക്രിയാ രീതി ചെയ്തപ്പോൾ കിട്ടിയ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിന് എന്തില്ല എന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ റൂട്ടില്ല, അല്ലെങ്കിൽ വർഗമൂലമില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല, അല്ലെങ്കിൽ എന്താണ് പൂർണ്ണവർഗ സംഖ്യ അല്ല എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ എണ്ണുമ്പോൾ നോക്കാം. എത്ര 2 8 2 ഉണ്ട്. ഞാൻ എഴുതാൻ പോയിട്ടാണ്, ശ്രദ്ധിക്കണേ. മനസ്സിലായോ? 8 2 ആണ്. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ ശരിയാണെന്ന് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ശ്രമിക്കുക. 8 2 1 2 3 4 5 6 7 8. 8 2. ഇനി ഈ 2 ചേരുമ്പോൾ ഒരു 2 ആയിട്ട് മാറ്റിയിടുന്നു. വീണ്ടും ഈ 2 ചേരുമ്പോൾ ഒരു 2 ആയിട്ട് മാറ്റിയിടുന്നു. വീണ്ടും ഈ 2 ചേരുമ്പോൾ ഒരു 2 ആയിട്ട് മാറ്റി. വീണ്ടും ഈ 2 ചേരുമ്പോൾ ഒരു 2 ആയിട്ട് മാറ്റി. എന്ന് പറഞ്ഞാൽ മൊത്തം 8 2 ഉണ്ടായിരുന്നു. അതിന്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ എത്രയായി? 8ന്റെ പകുതി 4 2ആയി. അതിനു വേണ്ടിയാണ് എപ്പോഴും എന്ത് വരണമെന്ന് പറയുന്നത്? ഫാക്ടേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പേഴ്സ് വരണമെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ 8 2 കിട്ടി. അതിന്റെ പകുതി 2 എല്ലാം ഒന്നിച്ചേ. 2 × 2 4, 4 × 2 8, 8 × 2 അപ്പൊ നമുക്ക് കിട്ടി 256 എന്ന് പറയുന്ന സംഖ്യയുടെ വർഗമൂലം അല്ലെങ്കിൽ റൂട്ട് 256 സമം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് 256 എത്രന്ന് കിട്ടി? 16 എന്ന് കിട്ടി. ഇങ്ങനെയാണ് സംഖ്യകൾ തന്നാൽ അതിന്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകക്രിയാ രീതിയിൽ ഘടകങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഇവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റൂട്ട് അഥവാ വർഗമൂലം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും കാര്യം വീട്ടിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൊണ്ട് ചെയ്തുകൊണ്ട് ഈ ഫാക്ടറൈസേഷൻ നിർത്തുകയാണ്. ശ്രദ്ധിക്കുക.
24ന്റെ വർഗ്ഗമൂലം എത്രയാണ്? അപ്പൊ എനിക്ക് കാണാൻ അറിയത്തില്ല, ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയാ രീതിയിൽ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. 1024 2 കൊണ്ട് ചെയ്യാലോ. ഓക്കെ, 10-നകത്ത് 2 5 പ്രാവശ്യം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 2-നകത്ത് 2 1 പ്രാവശ്യം. 4-നകത്ത് 2 പ്രാവശ്യം. ഒക്കെയാണ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടെ ചെയ്യാം. ശ്രദ്ധിക്കുക. 2 കൊണ്ട് പറയൂ. 5-നകത്ത് 2 2 4 ശിഷ്ടം 1. ഇപ്പുറത്ത് വരുന്നുണ്ട്. 2 കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 11 ആണ്. 11-നകത്ത് എത്ര 2 ഉണ്ട്? 5 2 ഉണ്ട്. ബാക്കി എത്ര അധികം ഉണ്ട്? 1 ഉണ്ട്. ഇപ്പുറത്താരം 2 ഉണ്ട്. 12-നകത്ത് എത്ര 2 ഉണ്ട്? 6. മനസ്സിലായോ? നേരത്തെ ചെയ്താണ്. എങ്കിലും ഒന്നും കൂടെ പറയാം. 7 2 കൊണ്ട് ചെയ്യാം. 2 2-നകത്ത് 1, 5-നകത്ത് 2 ശിഷ്ടം 1, 16-നകത്ത് 8. അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറയുന്ന കേസില്ലല്ലോ. വീണ്ടും 2 കൊണ്ട് 12 6 8 4. വീണ്ടും 2 6 3 2 അല്ലേ? വീണ്ടും 2 കൊണ്ട് 32 പകുതി 16. വീണ്ടും 2 കൊണ്ട് 8. വീണ്ടും 2 കൊണ്ട് 4. വീണ്ടും 2 കൊണ്ട് 2. വീണ്ടും 2 കൊണ്ട് 2. ഇതുവരെയും എൻ്റെ ഘടകക്രിയാ രീതി അഥവാ ഫാക്ടറൈസേഷൻ മെത്തേഡ് അവിടെ തീർന്നു എന്ന് പറയാം. ഇനി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ വേണ്ടി നോക്കണം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര കിട്ടി മക്കളെ? ഒരു ഇരട്ടസംഖ്യ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പേഴ്സ് കിട്ടി. എത്ര എണ്ണം കിട്ടി? 10 എണ്ണം കിട്ടി. അതിന്റെ പകുതി 2 എന്ന് പറയുമ്പോൾ എത്ര? 5 2. അത് എഴുതാൻ 1 2 3 4 5. ഈ 5 2 നമ്മൾ ഗുണിക്കുന്നതായിരിക്കും 1024ന്റെ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം എന്ന് പറയപ്പെടുന്നത്. 2 2 4 8 16 32. അപ്പൊ 1024ന്റെ റൂട്ട് അല്ലെങ്കിൽ 1024ന്റെ വർഗ്ഗമൂലം എത്ര കിട്ടി മക്കളെ? 32. ഇങ്ങനെയാണ് വലിയ വലിയ സംഖ്യകളുടെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നത്. അത് ഏത് രീതിയാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയയാണ്. ആ രീതി ചെയ്തു വരുമ്പോൾ ആ കിട്ടുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കണം മക്കളെ? ഇരട്ടസംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ? ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടെത്തുന്ന രീതിയാണ് പഠിച്ചത്.